നമ്മൾ പൊതുവായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾ, അത് മാധ്യമങ്ങളിലൂടെ വരുന്ന കാര്യങ്ങളായാലും മറ്റ് പത്രമാധ്യമങ്ങളിലൂടെ വരുന്ന കാര്യങ്ങളായാലും ഒക്കെ തന്നെ സ്വാഭാവികമായിട്ടും കമ്മീഷൻ്റെ ഒരു നടപടി എന്നുള്ള നിലയിൽ കമ്മീഷന് അപ്പോൾ തന്നെ സ്വമേധയാ ആ കേസ് രജിസ്റ്റർ ചെയ്യും. അതിൽ നമ്മൾ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് വന്ന് കഴിഞ്ഞാൽ മാത്രമേ ഇതിനകത്ത് ഇനി എന്ത് നടപടി സ്വീകരിക്കണമെന്നുള്ള തീരുമാനം കമ്മീഷൻ എടുക്കുകയുള്ളൂ. അത് സാധാരണഗതിയിലുള്ള ഒരു നടപടിക്രമമാണ്. എവിടെയും എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ശ്രദ്ധയിൽപ്പെട്ടാൽ സ്വാഭാവികമായിട്ട് അതിനകത്ത് നമ്മൾ റിപ്പോർട്ട് ആവശ്യപ്പെടും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി നടപടികൾ ഉണ്ടാവുക. ഈ മണ്ണാർക്കാട് പരിപാടിയിൽ കെ.ടി. ജലീൽ കുട്ടികളെ വേദിയിലേക്ക് എത്തി അതിൽ ഒരു അപമാനിതരായി എന്നതാണോ പ്രാഥമികമായ കുട്ടികൾ അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് പോയെന്നാണോ ബാലാവകാശ കമ്മീഷൻ മനസ്സിലാക്കുന്നത്? അല്ല, അങ്ങനെ ഉണ്ടോ എന്നുള്ളതിന് എനിക്കറിയില്ല. കാരണം ഞാനത് മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെയൊരു വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ഒരു നടപടി സ്വീകരിച്ചെന്നേ ഉള്ളൂ. അതിൽ കുട്ടികൾക്ക് അപമാനം ഉണ്ടായോ എന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ അത് പരിശോധിക്കുക. റിപ്പോർട്ട് ആരോടാണ്? റിപ്പോർട്ട് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് അടിയന്തരമായിട്ട് സമർപ്പിക്കും. ആ സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും തരത്തിൽ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. കുട്ടികളുടെ ഭാഗത്ത് നിന്ന് കുട്ടികൾക്ക് പരാതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വിഷമമുണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിയമ നടപടിയായിട്ട് മുന്നോട്ടേക്ക് പോകുമല്ലേ? തീർച്ചയായിട്ടും കുട്ടികൾ അങ്ങനെ അവർക്കൊരു പരാതി ഉണ്ടെങ്കിൽ ആ കാര്യത്തിൽ നടപടി സ്വീകരിക്കാം. അതിനകത്ത് കുട്ടികൾക്ക് പരാതിയൊന്നും ഇല്ലെങ്കിൽ, കുട്ടികൾക്ക് അങ്ങനെ ഒരു പ്രയാസം നേരിട്ടിട്ടില്ല എന്നവർ പറയുകയാണെങ്കിൽ നമുക്ക് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് സ്വാഭാവികമായ തടസ്സമുണ്ടല്ലോ. കുട്ടികളുടെ മൊഴി എടുക്കുമോ? അത് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോട് അതടക്കം പരിശോധിച്ചാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. കുട്ടികൾ ഏതെങ്കിലും നിലയിൽ അങ്ങനെ അധിക്ഷേപിക്കപ്പെട്ടു അല്ലെങ്കിൽ അപമാനിതരായി എന്ന് അവർ പറഞ്ഞാൽ മാത്രമേ തുടർ നടപടിക്കുള്ള ഒരു സാധ്യതയുള്ളൂ. ഏത് കേസിലായാലും അങ്ങനെയല്ലേ. അവർ വിക്റ്റിമായിട്ടുള്ള ആരാണോ അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം നേരിടുന്നുണ്ടെങ്കിലല്ലേ നമുക്ക് തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. നിയമവ്യവസ്ഥ അങ്ങനെയാണല്ലോ പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകൻ, അതോടൊപ്പം തന്നെ ഒരു മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്നടക്കമുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു ഇടപെടലാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പെരുമാറ്റമാണ് ഉണ്ടായതെന്ന്. അത് ഞാൻ അതിനെക്കുറിച്ച് മാധ്യമ വാർത്തകളെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഫാക്റ്റ് എന്താണെന്നുള്ളത് നമുക്കത് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പറയാൻ കഴിയൂ. അങ്ങനെ ഏത് ദൃശ്യം കണ്ടിരുന്നു അതിൽ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണമുണ്ട്. പിന്നീട് കുട്ടികൾ പറഞ്ഞിട്ടുള്ള ഒരു വിശദീകരണവും ഒക്കെ കണ്ടിട്ടുണ്ട്. അത് പിന്നീടാണ് കാണുന്നത്. അപ്പോൾ അതിലൊന്നും അങ്ങനെ കുട്ടികൾ അങ്ങനെ പറയുന്നില്ല. പിന്നെ കുട്ടികളുടെ ഫേസ് മറച്ചിട്ടായതുകൊണ്ട് കുട്ടികൾക്ക് പ്രയാസമുണ്ടായോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടൊരു അനലൈസ് ചെയ്യാൻ പറ്റുന്നുമില്ല. കുട്ടികൾ പറയട്ടെ. കുട്ടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികൾ പറയുമല്ലോ. കുട്ടികളാണിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും എല്ലാ കാര്യങ്ങളിലും. അതുകൊണ്ട് കുട്ടികൾ പറയട്ടെ. കുട്ടികൾ പറഞ്ഞതിന് ശേഷം നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ആവശ്യമുണ്ടെങ്കിൽ തുടർ നടപടികൾ എടുക്കാം. അങ്ങനെ ആ നിലയിലുള്ള മൊഴി കുട്ടികളുടെ ഭാഗത്തുണ്ടായാൽ എന്താണ് തുടർ നടപടി ഉണ്ടാവുക? അതിൽ പിന്നീട് നമുക്ക് കേസൊക്കെ രജിസ്റ്റർ ചെയ്ത് പോകാമല്ലോ വേണമെങ്കിൽ. കുട്ടികൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, അങ്ങനെ കുട്ടികൾക്ക് പ്രയാസമുണ്ടായി എന്ന് കുട്ടികൾ പറയുന്നുണ്ടെങ്കിൽ മാത്രമല്ലേ തുടർ നടപടികളിലേക്ക് നമ്മൾ കടക്കേണ്ടതുള്ളൂ. കുട്ടികളുടെ മൊഴി വരട്ടെ. കുട്ടികളുടെ മൊഴിയടക്കം പരിശോധിച്ചിട്ട് അല്ല, അതല്ല, നമ്മൾ ആദ്യം ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടാണ് വിശദീകരണം ചോദിച്ചിട്ടുള്ളത്. അവിടെയുള്ള എന്താണോ അവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ആ സ്ഥലത്ത് നടന്ന കാര്യങ്ങൾ കുട്ടികളോടടക്കം ചോദിച്ചിട്ട് മനസ്സിലാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതെ, റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ലേ. നമുക്ക് വേറെ മെക്കാനിസം ഇല്ലല്ലോ. 2 വീക്സിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ റിപ്പോർട്ട് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പരിശോധിക്കാം. ഈ കുട്ടികൾ ഇത്തരത്തിലുള്ള വേദികളിലായാലും എവിടെയായാലും ആ നിലയിൽ കുട്ടികൾക്ക് പല സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. വേദിയിൽ വിളിച്ചു വരുത്തി കുട്ടികളോട് ചോദിക്കുക, അതൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു നിഷ്കളങ്കമായി തോന്നുമെങ്കിലും ചിലപ്പോൾ കുട്ടികൾക്ക് ഒരു ട്രോമയിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ടല്ലോ. അല്ല, അത് അങ്ങനെ കുട്ടികൾക്ക് പ്രയാസം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അങ്ങനെ സംഭവിക്കാം. കുട്ടികൾക്ക് പ്രയാസമൊന്നും ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ അതിൻ്റെ ഒരു പ്രശ്നമില്ലല്ലോ. അതായത് സ്വാഭാവികമായിട്ടും കുട്ടികളെ നമ്മൾ വിളിച്ചു വരുത്തി അപമാനിക്കുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും കുട്ടികൾക്കൊരു ട്രോമ ഉണ്ടാക്കും. പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കട്ടെ. പരിശോധിച്ചിട്ട് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലേ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതുള്ളൂ. മറ്റൊരു വിഷയം, ഈ പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം 1.5 വയസ്സുള്ള കുട്ടി മരിച്ചിരുന്നു. നിലവിൽ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ചികിത്സാ പിഴവുണ്ടാക്കുന്ന അനസ്തേഷ്യയ്ക്ക് കൊടുത്തതിൻ്റെ ഭാഗമായി ഹൃദയാഘാതം ഉണ്ടായതാണ്. വളരെ ദാരുണമായ സംഭവമാണ്. എന്താണ് അതിന് കമ്മീഷൻ അതിനകത്ത് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്.
തീർച്ചയായും ആ കാര്യങ്ങൾ ഞങ്ങൾ ഗൗരവത്തോടെ പരിശോധിക്കും. ഇന്ന് ഞാൻ ആ കുട്ടിയുടെ രക്ഷിതാക്കളെ കാണുന്നുണ്ട്. വൈകുന്നേരത്തെ ഇവിടുത്തെ സിറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ തന്നെ കുട്ടിയുടെ രക്ഷിതാക്കളെ ഇന്ന് കാണുന്നുണ്ട്. കണ്ടതിന് ശേഷം അവരുടെ കൂടെ മൊഴി രേഖപ്പെടുത്തി കാര്യങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുക്കും. കർശനമായ നടപടി വേണ്ട. അതായത് പുറത്തുവരുന്ന വിവരമനുസരിച്ച് ചെറിയൊരു പരിക്ക് മാത്രമേ ആ കുട്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അനസ്തേഷ്യ കൊടുക്കണോ വേണ്ടോ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അപ്പം ഒരു ചികിത്സാർത്ഥത്തിൽ ഒരു കുട്ടിയുടെ തന്നെ ജീവൻ നഷ്ടമാകുന്നു എന്നത് വളരെ വളരെ ഗൗരവമുള്ള വിഷയമാണത്. അത് കാരണം ചികിത്സാ പിഴവ് കൊണ്ടൊരു കുട്ടി ഒരു ജീവൻ നഷ്ടമാവുക ആ കുടുംബത്തിൻ്റെ ആകെ പ്രതീക്ഷയാണ് ആ കുട്ടി. കാരണം എത്രയോ കുറേ വർഷങ്ങൾ നീണ്ട ചികിത്സയിലൂടെയൊക്കെ കിട്ടിയ കുട്ടിയാണ്. എത്രമാത്രം പ്രയാസം അതിനകത്തുണ്ടാവും ആ വീട്ടുകാർക്കും. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ വലിയ സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും ഈ കാര്യത്തിൽ ശക്തമായ നടപടി, അതിൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം ശക്തമായ നടപടി കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതുകൊണ്ടാണ് കുട്ടികളും ചീത്ത പറയാൻ പോലും കഴിയുന്നില്ല. ഈ റാഗിംഗ് ഇങ്ങനെ വർദ്ധിച്ചു വരും. കാസർഗോഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒരു 4-5 സ്കൂളുകളിൽ വല്ലാത്ത രീതിയിൽ റാഗിംഗ് ഉണ്ടായിരുന്നു. +2 കുട്ടികൾ, അതും +1 ക്ലാസ് തുടങ്ങുന്ന ആ ദിവസം തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. റാഗിംഗ് നിരോധന നിയമം സംബന്ധിച്ചുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും തടസ്സമുണ്ടോ? അധ്യാപകർക്കുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാത്തിലും ബാലാവകാശ കമ്മീഷൻ ഇടപെടുന്നു എന്നുള്ളൊരു വിമർശനമാണ് പൊതുവെ ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. കുട്ടികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ പ്രീ ഡിഗ്രി കാലത്ത് പഠിക്കുമ്പോൾ കോളേജുകളിലും ഒക്കെ സംഘർഷങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ. പിന്നെ ഞങ്ങൾ പറയുന്നത് കുട്ടികൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരേ ക്ലാസ്സിൽ തിങ്ങിയിരിക്കുമ്പോഴുണ്ടാവുന്ന ഫ്രസ്ട്രേഷൻ കുട്ടികൾക്കുണ്ടാവും. അത് കുറക്കാനുള്ള നടപടികൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവേണ്ടത്. ഏതൊക്കെ തരത്തിൽ കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ, അവരുടെ സ്ട്രെസ്സ്, ഇതൊക്കെ കുറക്കാൻ ആവശ്യമായ നടപടികൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവേണ്ടത്. ഞങ്ങളത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പ്രത്യേകിച്ച് അഡോളസൻ്റ് ഏജിലുള്ള കുട്ടികൾ അവരുടെ എന്തൊക്കെയാണ് അവരുടെ മാനസികമായിട്ടുള്ള വ്യാപാരങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണത്. നമ്മളത് കുട്ടികൾ തമ്മിലുള്ളൊരു വെറും ഒരു സംഘർഷമായിട്ട് അതിനെ ചുരുക്കി കാണേണ്ടതില്ല. കാരണം അഡോളസൻ്റ് ഏജിൽ കുട്ടികൾക്കുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്തേ മതിയാവും. അങ്ങനെ വരുമ്പോഴാണ് കുറച്ചുകൂടെ അവരുടെ ഈ കാര്യങ്ങളിൽ കൃത്യമായൊരു പ്ലാൻ നമ്മൾ തയ്യാറാക്കി മുന്നോട്ട് പോകണം എന്ന് ഞങ്ങൾ കരുതുന്നത്. തീർച്ചയായും ഞങ്ങൾ പലപ്പോഴും കൊടുത്ത നിർദ്ദേശങ്ങൾ തന്നെയുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മുൻപ് തയ്യാറാക്കിയൊരു പ്രോജക്റ്റുണ്ട് ഇത്തരം സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടി. അപ്പോൾ നമ്മൾ താമരശ്ശേരി ആ വിഷയത്തിലടക്കം ഞങ്ങൾ സ്കൂളുകൾ അധ്യാപകർക്ക് കൊടുത്ത ട്രെയിനിങ്ങിലടക്കം കുട്ടികളുടെ മാനസിക സംഘർഷങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ച് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യണമെന്നാണ് പറയുന്നത്. അതിൽ ഇപ്പോഴും തുടങ്ങിയത് കൊണ്ട് കാര്യമില്ല. +2 എത്തിയ ഒരു കുട്ടിയെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ എത്രത്തോളം പ്രയാസമുണ്ട്. അതേസമയം നമ്മൾ പറയുന്നത് കുട്ടികളുടെ പ്രശ്നങ്ങൾ വളരെ ഏർലി സ്റ്റേജിൽ ഡിറ്റക്റ്റ് ചെയ്യാനും അത് പരിഹരിക്കാനുമുള്ള സംവിധാനങ്ങൾ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം.